ഇന്ത്യൻ ഭരണഘടന കുടുംബ ദർശനങ്ങളാക്കുക. ഇന്ത്യൻ ഭരണഘടന കുടുംബ ദർശനങ്ങളാക്കുക. ഏതൊരു വ്യവസ്ഥിതിയും വ്യക്തികളും സമൂഹങ്ങളും രാഷ്ട്രം എഴുതിയതും എഴുതപ്പെടാത്തതുമായ നിയമവ്യവസ്ഥിതി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടതാണെന്നുള്ളത് മനുഷ്യാരംഭകാലം തൊട്ട് തുടങ്ങുന്നതാണ്. ആദം, എബ്രഹാം, മോശയുടെയും കൽപ്പനകളും നബിവചനങ്ങളുടെ നിയമങ്ങളും നമുക്ക് മുമ്പിൽ സുവ്യക്തമാണ്. നിയമങ്ങൾക്കതീതമായി ദൈവശക്തി ചൈതന്യങ്ങൾ പോലുമല്ല എന്നത് യേശുക്രിസ്തു തന്നെ ഉദാഹരണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ദേവാലയം, വിദ്യാലയങ്ങൾ, ഓരോ കുടുംബങ്ങളും വ്യക്തികളും ഭരണഘടനാ വ്യവസ്ഥിതിയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന എന്നത് ദാരിദ്ര്യം അനുഭവിച്ച സമൂഹങ്ങളുടെ പ്രതീകമായ അംബേദ്കറും സമ്പന്ന സമൂഹങ്ങളുടെ പ്രതീകമായ നെഹ്റുവിനെ പോലുള്ളവരും കൈകോർത്ത് രൂപപ്പെടുത്തിയതാണ്. അതിൽ അംബേദ്കർ ജനിക്കുമെന്ന് പ്രവചനമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആത്മീയ ചൈതന്യം ലഭ്യമാണ്. ഭരണഘടനാ തത്വങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയെ തകർക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ശത്രുക്കളെ യാതൊരു വിധത്തിലും സഹായിക്കുകയില്ലെന്ന് നാം പ്രതിജ്ഞയെടുക്കുകയും വേണം. ഇന്ത്യൻ ഭരണഘടന വ്യക്തി സ്വാതന്ത്ര്യത്തെ പരിരക്ഷിക്കുന്ന പരിവർത്തനങ്ങൾക്ക് വഴിതെളിക്കുന്നു. മാനുഷിക ബന്ധങ്ങൾക്ക് ആധാരമായ തത്വങ്ങളാണ് ഭരണഘടനയിലുള്ളത്. ആ നിലയിൽ ഭരണഘടന ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി, സമഗ്ര വികസനം എന്നത് ഭരണകൂടത്തിൻ്റെ മാത്രം ബാധ്യതയല്ല, സമൂഹത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും കടമയാണെന്ന് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നിയമനിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന അവകാശങ്ങൾ അംഗീകരിക്കുവാൻ മനസ്സാക്ഷി തയ്യാറാണെങ്കിൽ മാത്രമേ അവകാശങ്ങൾ ഭദ്രവും സുരക്ഷിതമായിരിക്കുകയുള്ളൂ ബാബാ സാഹേബ് അംബേദ്കറുടെ അഭിപ്രായവും. ഭരണകൂടത്തോട് ഏറ്റുമുട്ടൽ നയം സ്വീകരിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഒരു ചേരിചേരാ നയം, നിയമം കയ്യിലെടുക്കാതെ നിയമനിഷേധികൾക്കെതിരെ ധർമ്മസംഘം എന്ന മഹാനായ അയ്യങ്കാരുടെ അഭിപ്രായങ്ങളും അധിഷ്ഠിതമായിരിക്കണം ഓരോ വ്യക്തിയും. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ടവർ ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗമായി മാറ്റിയപ്പോഴും സമൂഹത്തിൽ ഏതുതരം ജോലി ചെയ്യുന്നവർക്കും ജനപിന്തുണയുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നത് ഏത് ഉന്നത പദവിയിലും എത്തിച്ചേരാൻ കഴിയുന്ന പരിപാവന ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കി ആത്മീയ ഭൗതിക രാഷ്ട്രവാദികളുടെ അജ്ഞാനവാർത്തികളായി അടിമകളാകാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായി സാമൂഹിക ഐക്യവും പുരോഗതിയും കൈവരിക്കുന്നതിന് ഓരോ വ്യക്തിയും കുടുംബവും ഇന്ത്യൻ ഭരണഘടനാ ദർശനങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടത് വരും തലമുറകൾക്ക് അനിവാര്യമായി തീർന്ന കാലഘട്ടമാണിത്. അതിനാൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുന്നതാവട്ടെ നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ. ജയ് ഇന്ത്യ.